ഹായ് ദിവസം എല്ലാവർക്കും സുഖമാണല്ലേ? സുഖമാണെന്ന് കരുതുന്നു. എനിവേ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ഒരു ചെറിയ കല്യാണത്തിനാട്ടോ. അതും നമ്മുടെ കണ്ണൂർ കല്യാണത്തിന്. എൻ്റെ തൊട്ട അയൽവക്കത്ത് നടന്ന കല്യാണമായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ക്യാൻസലാക്കി നാട്ടിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ, എനിക്ക് തോന്നുന്നത് ഫെബ്രുവരിയിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വീഡിയോ ഇത്രയും അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതിന് വളരെ സോറി പറയുന്നു കേട്ടോ. അപ്പം തീർച്ചയായും നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഈ ഒരു വീഡിയോ വലിയ സംഭവമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോ ഞാനിപ്പം പോസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ പലരും ഈ ഒരു വീഡിയോയിൽ കിണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ എന്താ പറയുക ചോദ്യങ്ങൾ കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ ഭയങ്കരം ഷൈ ആയിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് നാട്ടിൽ വന്നിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പക്ഷേ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ എനിക്ക് ആ ടൈമിൽ സംസാരിക്കാൻ വേണ്ടി. അപ്പം ആ ഒരു കാരണത്താലാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവർ വരെ ഞാനിപ്പം ചെയ്യുന്നത്. സമയം 2:30 മണി ആകാൻ പോകുന്നു കേട്ടോ. എന്തായാലും ഇനി വേറെ നോക്കാനൊന്നുമില്ല. ഫുഡ് എന്തായാലും കഴിക്കാം. ഇവിടെ പ്ലേറ്റ് കിടക്കുന്നുണ്ട്. ബൊഫേ സിസ്റ്റമാണ്. എന്തായാലും ഫുഡ് നമുക്ക് വാങ്ങാം. ഓക്കെ കേട്ടോ. അല്ല ഒരു സഫ്രാദ് വീട് തന്നെ ഇതിൻ്റെ തൊട്ട ബേക്കിൽ. മതി ചോറ് മതി. എന്നാലും കുറച്ച് എടുക്കാം കേട്ടോ. എന്താ ചിക്കനാ? നല്ല ചിക്കൻ മസാല കേട്ടോ. മതി കുറേ ഇട്ട് 2 പീസ് നമുക്ക് നോക്കാം. മെയിൻ ഫുഡ് റിവ്യൂ ആണല്ലോ നമ്മളെ മെയിൻ. കറി കഴിക്കുമ്പോൾ തൈര് ഒഴിച്ചു കഴിക്കല്ല. നീ കണ്ടാലും ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിക്കണ്ടായിരുന്നു? കഴിച്ചിട്ടില്ല. ലാസ്റ്റ് കഴിക്കാം. ഇവരൊക്കെ അത്രയ്ക്കും കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് എല്ലാവരും ഫുള്ള് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട്, ഇവർക്ക് അയൽവാസികളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റേ കഴിക്കുള്ളൂ അല്ലേ? അതുവരെ പൈക്കൂലടാ, വിശക്കൂലേ? ഓക്കെയാന്നാ പറയുന്നത് കേട്ടോ. എന്തായാലും നല്ല വിശപ്പ് കേട്ടോ. ഫുഡ് എന്തായാലും കഴിക്കാം. ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഫുഡ് കഴിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് തൊട്ടടുത്ത് നമ്മളെ ചങ്ങായിമാർ കുറച്ച് ഇരുന്നിട്ടുണ്ട്. ഇത് പേരെങ്ങനെ? അഭിഷേറ. ഇവിടെ മൈതാനപ്പള്ളിക്കാം. യോഗശാല. കുടുംബക്കാരാ? ഓക്കെ. ഇനി എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ പേരെന്തേ? മുഹമ്മദ് നഫ്സിനോ? മുഹമ്മദ് നാഫിദ്. വീട് എവിടെയാണ്? അണ്ടത്തോടാ. ഇവർ കുടുംബക്കാരാ? നിങ്ങളുടെ പേരെന്തേ? റാസി. എങ്ങനെയുണ്ട് ഫുഡ്? ഇന്നലെ നേരത്തെ ഞാൻ ഇവിടുന്ന് ഫുഡ് എന്തായാലും കഴിച്ചിട്ടില്ല. അയൽവാസി ആയതുകൊണ്ട് തന്നെ ഇന്നലെയും വന്ന് എന്നാലും ഇന്നും ഞാൻ ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇന്നും കൂടി വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ ടേസ്റ്റ് കേട്ടോ. പറയാം വാക്കുകളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിപ്പം പോസ്റ്റ് ചെയ്യാൻ കാരണം ജസ്റ്റ് ഒന്നുമില്ല, വെറും ഒരു ടൈം പാസിന് കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ മാത്രം കാണുക. നിങ്ങളെല്ലാം ഫുഡ് കഴിച്ച് കാറ്റുകൊള്ളായിരുന്നാ? ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കഴിച്ചാ? തിന്നാ? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളിയാ? ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഉള്ളിലൊന്ന് കണ്ടു നോക്കല്ലേ എന്തൊക്കെ കണ്ണൂർ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉള്ളിൽ കാണാനുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് നമ്മളെ പിയാപ്പിളിൻ്റെ അനിയനാ കേട്ടോ. പിയാപ്പിളിൻ്റെ അനിയാ നോക്കിയാ? നിങ്ങളുടെ പേരെന്തേ? അർഷാഫ് കേട്ടാ. ഇതാണ് പിയാപ്പിളിൻ്റെ അനിയനെന്ന് പറയുന്നത്. നമ്മളെ അയൽവാസിയാണ്. ആള് ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വയറ് നിറക്കാനുള്ള തത്രപ്പാടിലാണ് അല്ലേ? എല്ലാരും വന്നാ? വിളിച്ച ആൾക്കാരെല്ലാം വന്നാ? അന്ന് കഴിഞ്ഞു എല്ലാരും കഴിച്ചു കഴിഞ്ഞാ? എല്ലാരും കഴിച്ചിട്ടാ തിന്നത്? അല്ല അതിന് മുന്നേ തിന്നാൻ നോക്കിയെന്ന് പരിചയപ്പെടുത്തിക്കോ. അയൽവാസി കേട്ടോ. നമ്മളെ അയൽവാസിയാണ്. നമ്മളൊരു കുഞ്ഞനിയനാ കേട്ടോ. എടുത്തിട്ടുള്ള ഫുഡ് കാണാം. ഫുള്ള് എടുത്തിട്ടുണ്ട് ഫുഡ്. എന്തായാലും കഴിക്ക്. എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ലേഡീസ് ഉണ്ട്, അതുപോലെ ഇപ്പുറം ആണുങ്ങന്മാർ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളെല്ലാം അറിയാം. ഇവിടേക്ക് ഇങ്ങ് വാ കേട്ടാ. ഇതാണ് നമ്മളെ പിയാപ്പിളിൻ്റെ ഉമ്മ എന്ന് പറയുന്നത്. എന്തായാലും വീഡിയോ എടുക്കൂലേ? അതുപോലെ തന്നെ കേട്ടാ. നിങ്ങളുടെ പേരെന്തേ? പിയാപ്പിളിൻ്റെ ഉമ്മാൻ്റെ അനിയത്തെ കേട്ടാ. നിങ്ങളുടെ പേരെന്തേ? ആജറ കേട്ടാ. എങ്ങനാ ഫുഡെല്ലാം കഴിച്ചാ? അല്ല എല്ലാരും വിളിച്ചവരെല്ലാം വരുന്നതിന് മുന്നേ ഇങ്ങനെ കഴിച്ചാ? അല്ല എല്ലാരും വെയിറ്റ് ചെയ്താ കഴിക്കണ? എങ്ങനെ മങ്ങനെല്ലാം എങ്ങനെ നിക്കാലെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? താഴെ തന്നെ? അൽഹംദുലില്ലാ. ഇങ്ങ് വാ, ഒരു മിനിറ്റ്.
ഇതാണ് പിയാപ്പിളുടെ അനിയൻ കേട്ടോ, പിയാപ്പിളുടെ അനിയനാണ് ഇത്. എന്തായാലും നിങ്ങൾക്ക് കഴിക്കണ്ടേ, മകളെ കഴിക്കണ്ടേ, അല്ല ഫുഡ് കഴിക്കണ്ടേ, അല്ല സോറി ഫുഡ് കഴിക്കണ്ടേ, ഫുഡ് കഴിച്ചാ? അതിന് പേരെങ്ങനാ? അർഷാദ് അല്ലേ? എന്തായാലും ആക്ക് പറ്റിയൊരു പെണ്ണിനെ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യോജിച്ച ഏതെങ്കിലും പെൺപിള്ളേരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് വീഡിയോൻ്റെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാവരും ഉഷാറല്ലേ? ആ ഫുഡ് കഴിച്ചാ? നല്ല രസമുണ്ടല്ലോ കാണാന്. ഗ്ലാസ്സെല്ലാം ഇട്ടിട്ട് എല്ലാവരും ഫുഡ് തിന്നാ? എല്ലാവരും കുടുംബക്കാരാ? എല്ലാം മൈതാനപ്പള്ളിക്കാരാ? ഉപ്പ കുടുംബ? എവിടെയാണ്? എൻ്റെ യൂട്യൂബിൻ്റെ പേര് ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും എൻ്റെ പേര് തന്നെയാണ്, സഫ്രാദ് എന്ന് അടിച്ചാൽ മതി, മിസ്റ്റർ സഫ്രാദ്. ഇങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ കഴിച്ചാ? ബിരിയാണി, ചിക്കൻ ബിരിയാണി. പക്ഷെ ഇന്നലത്തെ ബിരിയാണി അടിപൊളിയല്ലേ? ഇന്നലെയും തിന്നില്ല നിങ്ങളെല്ലാവരും? ഇന്നലത്തെ മസാല അല്ലേ അടിപൊളിയല്ലേ? ഇന്നലത്തെ മസാല എന്ന് പറയാൻ അടിപൊളി മസാല ഉണ്ട്. ഇന്നലെ ആളെല്ലാവർക്കും സാറ്റിസ്ഫൈ അല്ലേ? കണ്ണൂരുള്ളവർക്ക് അല്ലേ? കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് എന്തായാലും അവര് പപ്പക്കാരനെ സജസ്റ്റ് ചെയ്യല്ലേ നമുക്ക്? സജസ്റ്റ് ചെയ്തൂടെ? തൊട്ട ബേക്കിൽ തന്നെ അയൽവാസി തന്നെ. എന്താ നിങ്ങളെ പേരെന്തേ? നസീമ. നസീം ഫുഡ് കഴിച്ചാ? എല്ലാരും കുടുംബക്കാരല്ലേ? കഴിക്കില്ല? ഇന്ന് നോമ്പാന്നല്ലേ? ഇന്ന് മിറാജിന്റെ നോമ്പായതുകൊണ്ട് എല്ലാരും നോമ്പിലാന്ന് കേട്ടോ. അപ്പം ഓക്കെ, ശരി എന്നാ. ചാനലിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? പീറ്റാർ വരാനാ? എപ്പോ വരിക? പീറ്റാർ എപ്പോ വരിക? അല്ല പീറ്റാർ എപ്പോ വരിക? 5 ദിവസം മുന്നേ പീറ്റാറാ? ഇത് നമ്മളെ നാട്ടില് കണ്ണൂര് വന്നിട്ടുള്ള കാസർഗോഡ് പീറ്റാർ കേട്ടോ. എന്തായാലും എന്താ പേര്? അസ്മിയ. എങ്ങനെ കല്യാണമൊക്കെ എങ്ങനെ ഉഷാറായിരുന്നു? ഓരെല്ലാം ഉണ്ടായതിനെ കൊണ്ട് പൊളിന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? മജയാ? അല്ല അൽഹംദുലില്ലാ. വേറെ സെറ്റ് ഓക്കോ എവിടെ പിയാപ്പിള വന്നിനെ? അവിടെ ഉണ്ട്. നമുക്ക് പാട്ട് വേണ്ടേ? ഒപ്പന പാട്ടിലാക്കണ്ടേ? എന്നാ പാടെന്നാ നോക്കട്ടെ. എല്ലാരും ഒന്ന് ഉഷാറാക്കിയ. അല്ല പാട്ടെല്ലാം എഴുതി കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മളെ കണ്ണൂര് കല്യാണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ണൂര് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. കുറെ പാട്ടുകാരൊക്കെ വരും ഇതുപോലെ ഇങ്ങനെ പേപ്പറിൽ പാട്ടൊക്കെ എഴുതിട്ട്. അവിടെ പാട്ടുകാരത്തിയാ? നിങ്ങൾ പാട്ടുകാരത്തിയാ? ഇതാരുടെ പേപ്പറ്? അല്ല ഈ പേപ്പർ കേട്ടിയാ? ഇതാരുടെ പേപ്പറ്? അല്ല പേപ്പർ ആയിരുന്നാ? നിങ്ങളെ ഈ പേപ്പറുമായിട്ട് വന്നിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ആളാണ് കേട്ടോ. നിങ്ങളുടെ പേരെന്താ? അത്നാസിറ. എവിടെ? നാട്ടിലെവിടെ? ആദ്യർലായി. എന്തായാലും നോക്കി നിങ്ങൾ പാട്ടൊന്ന് പാടും, ഞാനൊന്ന് കാണട്ടെ. നമ്മളൊന്ന് കാണട്ടെ. പാട്ട് പാടിയാ? പാട്. ഞാൻ പാടിക്കാം. ആഹാ. അത് ഉഷാറില്ല, കൈയടിക്കറ. ഓക്കെ, എല്ലാവരും പാടി കേട്ടോ. എന്തായാലും കണ്ടിന്യൂ. ബൈ. ഭയങ്കര കൈകൊണ്ടല്ല ശരിക്ക്
ആ അതാണ് നസീദ പറഞ്ഞ പോലെ ഈ പാട്ട് നമ്മൾ ഈ പാട്ടിലെ ഈ പഴയ പാട്ടുകൾ പാടിയിട്ടില്ലെങ്കിൽ ഈ പാട്ട് പാടിയിട്ടില്ലെങ്കിൽ കല്യാണം കണ്ണൂർ കല്യാണമല്ല. ശരിയാണ്. നിർബന്ധമാണല്ലേ? നിങ്ങളെ മംഗലത്തിൽ ഉണ്ടായ ഈ പാട്ട്? നിങ്ങളെ മംഗലത്തിൽ ഉണ്ടായിരുന്നു ആള്? എടാ ആളെന്ന് പറയുന്നത് ഈ നസീദ എന്ന് പറയുന്ന ആള് ഈ പാട്ട് ഇല്ലാത്തതുകൊണ്ട് കല്യാണം കഴിക്കാണ്ടുന്ന ആളല്ലേ അല്ലേ? അപ്പൊ ശരി കേട്ടാ, എല്ലാം സെറ്റാക്കും. ശരി. അപ്പൊ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരാളുണ്ട് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ. എന്താ പേരെന്തേ? മുഹമ്മദ് ആദിൽ. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി ഫുഡാ. പ്യാപ്പിള്ളാരാ? നിന്റെ ആറ്റാന്റെ ചങ്ങായിയാ? ആ, നമ്മളെ ആദിൽ മോന്റെ ആറ്റാന്റെ ചങ്ങായി കേട്ടോ. ഇനി എന്തായാലും ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയല്ലേ? സെറ്റല്ലേ? കല്യാണമെല്ലാം സെറ്റാ? ഇന്നലെയും വന്ന് ഇന്നും വന്നോ? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? 2 ദിവസം മുതലാക്കി തന്നെ അല്ലേ കഴിച്ചിട്ട്? ഗൾഫിൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ടുള്ള ഒരു കല്യാണം കേട്ടോ. നാട്ടിലുള്ള ആദ്യമായിട്ടൊരു കല്യാണമാണ് നമ്മളെ അയൽവക്കത്ത് തന്നെ. എന്തായാലും സെറ്റായി. ഫുഡെല്ലാം കഴിച്ച് ഞാൻ പായസമൊക്കെ കുടിച്ചു കേട്ടോ. നല്ല പാൽപ്പായസം എല്ലാം ഉണ്ടായിരുന്നു. എനിവേ നമുക്ക് ഇവിടുത്തെ ആൾക്കാരെയും കൂടി പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ പ്യാപ്പിളയും കൂടി പരിചയപ്പെടുത്താറുണ്ട്. പ്യാപ്പിളിൻ്റെ ഉപ്പയും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. എന്തായാലും ഞാൻ ആളെയും കൂടി പരിചയപ്പെടുത്താൻ. എന്നിട്ടിപ്പോ സുഖല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡെല്ലാം? കല്യാണം എല്ലാം എങ്ങനെ ഉണ്ട്? പിന്നെ ഇനിയിപ്പോ ആരുടെ കഴിയാനുള്ള കല്യാണം? അതിന് 3 പേരുണ്ട്. ഇൻഷാല്ലാ അത് തീർച്ചയായും. അപ്പം വേറെ എല്ലാം സെറ്റല്ലേ? രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? രാത്രി പഴയും തിരക്കായിരുന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു. നല്ല ആളുണ്ട്. പക്ഷെ ഇന്ന് ആ ഒരു ആളേശം കുറവായതുകൊണ്ട് പിന്നെ ആളുകൾ കുറവാണ്. ഉദ്ദേശിച്ച ആൾക്കാരെന്തായാലും എത്തിയിട്ടില്ലല്ലേ? അപ്പൊ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് എനിക്ക് എന്താ പരിപാടി അടുത്ത്? പെണ്ണിനെ കൂട്ടാൻ പോകും. പെണ്ണിനെ കൂട്ടാൻ പോകും. എത്ര മണിക്കാ പോവാം? 4 മണിക്ക്. 4 മണിക്ക്. എവിടെയാ പെണ്ണ്? എവിടെയാണ്? കേരള. അപ്പൊ നമ്മുടെ ദേശത്തെ അടുത്ത് തന്നെ തൊട്ട് എന്താ പറയാ ഒരു 5-6 കിലോമീറ്റർ അല്ലേ? ഒരു 5-6 കിലോമീറ്റർ. നല്ല പാൽപ്പായസം ഉണ്ടായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ അടിപൊളി കേട്ടോ, സെറ്റാണ്. അപ്പം അതിനിടയിൽ നമ്മുടെ കുറച്ച് എന്താ പറയാ ഈ നാട്ടിൽ പൊട്ടി തിരിഞ്ഞ പിള്ളേരെന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കുറച്ച് പിള്ളേരുണ്ട് ഇവിടെ. എടാ ഇങ്ങ് വാടാ, നീ വാ. എടാ പേരെങ്ങനെ? ബിലാല്. എന്റെ പേരാ ജിദാന്. സഹല്. എങ്ങനെ ഫുഡ് എങ്ങനാ? അടിപൊളിയാ. എന്താ ഇഷ്ടപ്പെട്ട ഫുഡിൽ എന്താ ഇഷ്ടപ്പെട്ട? 2 ദിവസം ഇവിടെ വെച്ച് കീറിയിട്ടുണ്ടാവും അല്ലേ? 2 ദിവസം എന്ന് പറയുന്നത് ഈ 2 ദിവസം നിങ്ങൾ എന്താ പറയാ നല്ല കിട്ടിയ ചാൻസ്. ബിരിയാണി അടിച്ച് തകർത്ത് നല്ല ഇതാക്കി വെച്ചിട്ടുണ്ടല്ലേ? സെറ്റല്ലേ? നമ്മളെ കണ്ണൂര് മംഗലം എന്ന് പറയുന്നത് സെറ്റ് തന്നെയല്ലേ? എവിടെ വീട് തന്നെ? തൊട്ടടുത്ത് തന്നെ? എവിടെ? മൈതാപ്പള്ളിയാ? ഉറോക്കാ? വേറെ എവിടെ പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇത് വരുന്നത് സൽമാനാ? ഓക്കെ, എന്തായാലും സെറ്റല്ലേ? അപ്പം ഞാൻ പരിചയപ്പെടുത്താത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലേ ഇതില്. ആരൊക്കെയാണ്? എടാ ആരൊക്കെയാണ്? ഒന്ന് ഇവനല്ലേ? ഒന്ന് ഇതിന്റെ പേരെന്താ? റിയാൻ. പിന്നെ ആരെയുള്ള പരിചയപ്പെടുത്താത്ത? പിന്നെ ആരെയുള്ള? ഓനാ? ആ, പിന്നെ ഒരാളും കൂടി എത്തുന്നു. ആള് എന്താ പറയാ കുറച്ച് നാണായിട്ട് അവിടെ നിൽക്കുകയാണ്. എന്തായാലും വരുന്നുണ്ട് ആള്. അപ്പൊ ഇയാളെയും കൂടി നമുക്ക് പരിചയപ്പെടാം. മോന്റെ പേരെന്താ? ഐദിൻ നഷ്വാൻ. ഇവിടെ മൈതാപ്പള്ളി എന്നാ? കടലായിയാണ്? ആദ്യ കടലായി. ഇങ്ങനെ സിറ്റിക്കാരല്ലേ? സിറ്റിന്ന് വന്നിട്ട് നമ്മളെ സിറ്റിക്കാർ കുറേ ഉണ്ട്. നമ്മൾ ആദ്യ കടലായി വന്നിട്ട് താമസിക്കുന്ന ആൾക്കാർ. എന്തായാലും കടലയിൽ വളരെയധികം സന്തോഷം എല്ലാവരും കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യട്ടോ. ഫുഡെല്ലാം സെറ്റല്ലേ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ വേറെയുണ്ട് കുട്ടിപ്പട്ടാളങ്ങൾ കേട്ടോ. നമ്മളെ പ്രിയപ്പെട്ട അനിയന്മാരാണ് ഈ കാണുന്നത്. നമ്മളെ പ്രിയപ്പെട്ട അയൽവാസികളും അനിയന്മാരുമാണ് കേട്ടോ. നമ്മളെ ഫിറാഷ് എന്നുണ്ട് സുഖല്ലേ? ഫിറാഷിനെയൊക്കെ കയ്യിലെടുത്ത് കുറേ കൊണ്ടുവരുന്ന കേട്ടോ. അതുപോലെ ഇതാണ് നമ്മളെ കുഞ്ഞനിയനും കൂടി. ഇത് വരുന്നത് ബാസിൽ. നമ്മളെ ബാസിലും കൂടി ഉണ്ട് കേട്ടോ.